ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സമയം കുറേ ആയിട്ടോ, പണികളൊക്കെ തുടങ്ങി. ചിന്നു പത്തിരി ചുട്ടുകൊടുക്കുകയാണ്. ഞാൻ കറി ഉണ്ടാക്കട്ടോ, ഒന്ന് മുട്ടക്കറി. മുട്ട പൊരിച്ച കറി കേട്ടോ. ഇന്നാൾ ചിന്നു പത്തിരി ഇടാണ്. മുട്ട പിഴിഞ്ഞിട്ടുള്ള കറിയാണ് ഇന്ന് മുട്ട പൊരിച്ചുള്ള കറി കേട്ടോ. പത്തിരിയും പൂരിയും. പൂരിക്ക് എന്താ പൂരിക്ക് വാജിട്ടോ. മുട്ടക്കറി രസം ഉണ്ടാവോ അറിയില്ല. മുട്ട തേങ്ങ അരച്ചാണ്ടാണ് ഉണ്ടാക്കണൊക്കെ. ഇതുവരെ കൂട്ടി വെക്കില്ല, അപ്പോൾ അങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ മുട്ടല്ല പൂരിക്ക് വാജി ഉണ്ടാക്കാന്ന് കരുതുന്നുണ്ട്. സമയം 5 മണിയൊക്കെ ഇപ്പം തന്നെ ആയില്ല. പിന്നെന്താ എല്ലാവരും വിശേഷം അല്ലേ? കമൻ്റൊക്കെ ഇട്ടിട്ട് നിങ്ങള് നമ്മളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് കമൻ്റ് ഇടുമ്പോഴാണല്ലോ അറിയാം. കാണുന്നവരൊക്കെ കമൻ്റ് ഇടുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തണോ വീഡിയോക്ക്, അങ്ങനെയൊക്കെ കമൻ്റ് ഇടല്ലേ. എങ്ങനെയുണ്ട് വീഡിയോ എന്നൊക്കെ പറയട്ടോ. ആടല്ല പാട്ടാട്ടോ. അപ്പൊ മുട്ട വരട്ടത്. അങ്ങനെ കൂടെ പറഞ്ഞു നിർത്തി. കുട്ടി നിലവിളിച്ച് പോയിട്ടോ. അവിടെ പറഞ്ഞു നിർത്തിയെന്നൊന്നും ഓർമ്മയില്ല. അപ്പൊ അന്ന് മുട്ടക്കറി അടുപ്പത്ത് വെച്ചാണ്. പിന്നെ ബാജിക്കുള്ള കിഴങ്ങ് അടുപ്പത്ത് വെച്ചാണ്. ചിന്നു ഇതാക്കണ് പൂരിക്കുള്ള സംഭവം മാവ് കുഴക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്ന് എന്താ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. കൊക്കവാട ഉണ്ടാക്കുന്നുണ്ട്. ചിന്നു മസാല ആക്കി വെച്ചാണ് കേട്ടോ. അപ്പോ ഇന്ന് കട്ലേറ്റും കൊണ്ടുവരാറുണ്ട്, പീടിയെന്ന് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പൊ പിന്നെന്താ, അതൊക്കെയാണ് നമ്മളെ വിശേഷം. നെലോളി വിളി പണികളും അധികം ഒരു ചെയ്യല. അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല. അതുവരെ നമുക്ക് പണിയില്ലല്ലോ. അപ്പൊ ഓല് പറഞ്ഞു നമ്മള് കൊടുക്കും. നമ്മൾ നീക്കുമ്പോ പോലും നീച്ചു. നമ്മൾ നീച്ചു പോരുമ്പോ നമ്മളെ പോലും നീച്ചു പോരും. എന്നിട്ട് പാട്ട് തുടങ്ങും. കുറച്ച് ഭാജി ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അതായത് മുട്ട പൂരിക്ക് രസം ഉണ്ടാവില്ല തോന്നുന്ന മുട്ടക്കറി. മുട്ട ഇങ്ങനെ പൊരിച്ചാണ്ടില്ല, ഇങ്ങനെ കഷ്ണം മുറിച്ചിക്കാണ്ട് തേങ്ങ അരച്ചാണ്ടൊക്കെ ഒരു വെക്കൊക്കെ. ഓരോ മോഡല്. ഇന്നാള് മുട്ട വേറെ മോഡലേന്, ഇന്ന് വേറെ മോഡല്. ഓരോ സാധനത്തിനും ഓരോ രസമാണല്ലേ. ഓരോ ഫുഡിന് ഓരോ കറികളാണല്ലോ ഉണ്ടാവോ. ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം കേട്ടോ ബാജി കറിക്ക്. ഇതട്ടോ മുട്ട കാണുന്നുണ്ടോ? എന്തോ ഒരു വെള്ള വെയിലൊത്തിട്ട്. ഇതാണ് മുട്ടനങ്ങനെ പൊരിച്ചാണ്ട് അതാക്കി വെച്ചത്. ഇനിയില്ലേ മുട്ടനെ തീക്കാണ്ട് ഇട്ടൂട്ടെ, കാണിച്ചു തരാം. ഇതിങ്ങനെ കലക്കിക്കാണ്ട് എല്ലാവരും എങ്ങനെ വെക്കും അറിയില്ല. ഈ മോഡലിൽ വാട്ടിക്കാണ്ട് വെക്കും കേട്ടോ. വാട്ടിയാണ്ട് എന്താ വെച്ചാൽ ഇങ്ങനെ അയക്ക് പിന്നെ ഈ പൊരിച്ച മുട്ടനെ ഇട്ടെടുത്താണ്ട് അങ്ങനെ ഉണ്ടാക്കും. ഇതിങ്ങനെ നമ്മൾ തക്കാളി ഇതൊക്കെ ഇട്ടാണ്ട് മീൻ കറിയൊക്കെ വെക്കൂലേ, ആ ഒരു സ്റ്റൈലിൽ അങ്ങനെ ആക്കിക്കാണ്ട് ഈ പൊരിച്ച മുട്ടനെ എന്താക്കും അയക്ക് ഇട്ട് കൊടുക്കും. തേങ്ങ അരച്ച് വെച്ചു കേട്ടോ.
പിന്നെ ഇന്നലെ എങ്ങോട്ടൊക്കെ മഴ പെയ്തു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തീരെ തുള്ളി പെയ്തില്ല. നല്ല വരവൊക്കെ വന്ന്, പക്ഷെ മഴ പെയ്തില്ല കേട്ടോ. ഞങ്ങൾക്ക് വരവ് കണ്ടപ്പോൾ വിചാരിച്ച് ആകെ പെയ്ത് മുങ്ങുന്നു, പക്ഷെ പെയ്തില്ല. ഇത് കുറച്ചേരം അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മുട്ടൻ്റെ ഒരു ചൊയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. പിന്നെ അത് തളിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ തേങ്ങ പാരും കേട്ടോ. പിന്നെ തേങ്ങ പാർന്നതിൻ്റെ ശേഷം പിന്നെ അതിനെതാക്കും കേട്ടോ, തൂമിക്കും. ചീരുള്ളിയൊക്കെ അരിഞ്ഞാണ്ട് തൂമിക്കും. ഇപ്പൊ കുട്ടികളൊക്കെ പോയിട്ട് അതാണ് ആട്ടെടുക്കുന്നില്ല. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ പെരയിൽ. വൈകുന്നേരം ആയ ആയിട്ടുള്ള അങ്ങട്ടേൽ വിട്ടില്ലെങ്കിൽ പണി നടക്കൂല. അപ്പോൾ മുട്ട അടുത്ത് ആൾക്കാട്ട് അപ്പോഴത്തേനും ഇത് ചട്ടി ഇറക്കുമ്പോഴത്തേനും നമുക്ക് തൂമിക്കാനുള്ള ചട്ടി ഇറക്കണം. അപ്പോൾ അതിനുള്ള ഉള്ളി അരിയണം. ഞാൻ അതാ പൂരിക്കുള്ള കുഴക്കുന്നുണ്ട്. പൂരി ഒരു 6:30 കഴിഞ്ഞിട്ട് ചുട്ടാലേ നന്നാവുള്ളൂ കേട്ടോ. അല്ല ഞാൻ അങ്ങനെ തണുത്തു. അപ്പോൾ ഇപ്പം കുഴച്ച് ഉണ്ടാക്കി വെക്കാം. ഇന്ന് പിന്നെ അങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. പൊരി പൊക്കവട ഉണ്ടാക്കുന്നത്, അപ്പം പിന്നെ വലിയ പണിയില്ല. മാവ് ആക്കി വെച്ചും ചെയ്തത്. പിന്നെ ജ്യൂസ് വത്തക്ക കേട്ടോ. ഇന്നലെ ഒന്ന് വത്തക്ക അടിച്ചില്ലേ. ഇന്നലെ കക്കേരിയും മുന്തിരിയൊക്കെ. മുന്തിരി കുറച്ചും കൂടി ഉണ്ട്. ഞങ്ങൾ മുന്തിരി തീരാനും വേണ്ടി എന്താക്കും, മുന്തിരി ജ്യൂസ് അടിച്ചു കിട്ടാം. അപ്പോൾ തീരുമ്പോൾ തീരുന്ന അന്ന് ഇപ്പം അടുത്ത മുന്തിരി. അപ്പോൾ പിന്നെ മുന്തിരി തന്നെ ഞങ്ങൾക്ക്. ഇന്നാളെ ഞങ്ങൾ ഇവിടുത്തെ തുറക്കാൻ പോയപ്പോൾ, ബീച്ചിക്ക് തുറക്കാൻ പോയപ്പോൾ മാങ്ങയൊക്കെ കേട്ടോ ജ്യൂസ് അടിച്ചിന്. മാങ്ങ അതേപോലെ പൈനാപ്പിളിലായിരുന്നു. കഴിഞ്ഞ വർഷം അതേപോലെ നോമ്പിന് അധികം ഞങ്ങൾ പൈനാപ്പിളിലായിരുന്നു. അന്ന് പൈനാപ്പിൾ കൂടിയോ അറിയില്ല. ഇപ്പൊ പൈനാപ്പിൾ ഇല്ലേ? അതല്ല ലൈമിലോ കൂടിയോ? കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് ഇട്ടില്ല. ആ ചോയല്ല കൂടി അത് ഇല്ലേ കുറച്ച്. പിന്നെ അത് ലേശ ബാക്കി ഉണ്ടായി അരിഞ്ഞത്. അപ്പൊ ചെമി ഇറങ്ങി അതവിടെ വെക്കാൻ ആ കൂടി ഇട്ടാളാ. അപ്പൊ അത് ആവുമ്പോത്തിന് നമുക്ക് ഉള്ളി അരിയണം കേട്ടോ. എന്നാലേ അടുപ്പത്തേക്ക് തുമ്മിക്കാളെ വെക്കായുള്ളൂ. പിന്നെന്താ ഇന്ന് ഇപ്പൊ വന്നിട്ടാണ്ട ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഞങ്ങളിന്ന് മുട്ടക്കറി നല്ല വിചാരിച്ചിന്. പൂരിക്ക് നല്ല അങ്ങനെയൊക്കെ വിചാരിച്ചിന്. അപ്പൊ ഇപ്പൊ കോഴിമുട്ട ആയിട്ട് വരുന്നു. കോഴിമുട്ട അപ്പൊ ഇന്ന് കോഴിമുട്ടക്കറി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പൊ എന്നാ ആയിക്കോട്ടെ കോഴിമുട്ടക്കറി. അപ്പൊ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഒന്ന് കുറച്ച് ദിവസമായി ഇപ്പൊ പത്തിരി അല്ലേ പത്തിരി ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. മൈദനോട് വലിയൊരു ഇഷ്ടമല്ല തോന്നുന്നു. നോമ്പായിട്ടേക്കും. അല്ലാഞ്ഞാലൊന്നും അങ്ങനെ പറ്റാത്തവർക്ക് അല്ലാത്തവർക്ക് ഞങ്ങളിങ്ങനെ സ്പീഡിൽ എടുക്കൂട്ടോ. നേരമില്ലാന്നും പറയാണ്ട് നേരം വൈകി പറയാണ്ട് ഇന്നലെയൊക്കെ അങ്ങനെ സ്പീഡിലാണ്ട് എടുക്കും. എന്നിട്ട് പിന്നെ നേരെ ബാക്കിയേക്കാൻ ഇങ്ങോട്ട് പിന്നെ ഞങ്ങളും ഒക്കെ വേഷം എടുത്ത് വെച്ചിട്ട് ബാങ്കിന് അങ്ങനെ കാത്തിക്കും. ഞങ്ങള് സന്നദ്ധകളൊക്കെ എടുക്കണ ആൾക്കാരാ. അപ്പോൾ അതാ തേങ്ങ ഒഴിക്കാൻ പോട്ടോ. കുറേ കറി ഉണ്ടാക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു. കുറച്ച് തേങ്ങ ഒഴിക്കാൻ പറ്റുള്ളൂ. തേങ്ങ ഒഴിക്കരുത് എന്തൊക്കെ പറഞ്ഞീന്. അപ്പോൾ
അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ, പിന്നെ പെൽച്ചക്കൊന്നും ഇങ്ങനെ കോഴിമുട്ടക്കറിയൊന്നും കൂട്ടില്ല, അതുകൊണ്ട് ഇന്ന് കുറച്ചാട്ടോ കറി. അല്ലെങ്കിലും പെൽച്ചക്ക് ഇപ്പാക്കൊക്കെ വേറെ കറി ഉണ്ടാക്കൽ തന്നെയാണ് കേട്ടോ. അമ്മ അങ്ങനെ എന്തോ താളിപ്പൊക്കെ ഉണ്ടാക്കല, ചെരങ്ങ താളിപ്പ്, അതേപോലെ പപ്പടം അങ്ങനെ എന്തോ ഉണ്ടായണ്ടേ. അങ്ങനെ താളിപ്പുകളാട്ടോ. അപ്പോൾ ഇപ്പൊ വേഗം പോവുണ്ടല്ലേ നോമ്പ്. ഫസ്റ്റിൽ ഇങ്ങനെ നീങ്ങാൻ പണിയേനി നോമ്പ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇപ്പൊ വേഗം പോകുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇപ്പൊ വേഗം പോവുണ്ട്. ക്ഷീണവും കുഴപ്പമൊക്കെ നല്ലോണം ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. കറിനെ കേട്ടോ ഇറക്കി വെക്കാനുള്ള സ്ഥലം ഉണ്ടാക്കട്ടോ. മറ്റേ റിങ്ങോട് നമ്മള് ഇത് എത്ര വരയിലുണ്ട് എന്ന് പറയട്ടോ. ഇതൊന്നും ഇപ്പൊ അങ്ങനെ ഇതില്ലേ, മറ്റേ ഇതിലൊക്കെ അല്ല ഇങ്ങനെ ഒരു സംഭവം വെച്ചാൽ തരിപ്പോലത്തെ സംഭവിച്ച് ഇങ്ങനെ നോക്കണം. എല്ലാ പേരയിലൊന്നും ആ സംഭവം ഒന്നും ഉണ്ടാവില്ല, റിങ്ങൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി ഉണ്ടോ അറിയില്ല. അറിയില്ല അങ്ങനെ വെക്കലൊന്നും ഉണ്ടായിനി. അത് ഞാൻ കേക്ക് ഉണ്ടാക്കി കേടെത്തി. കേക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ അല്ലേ ഫോണിലൊക്കെ കണ്ട് ചെമ്പില് കല്ലുപ്പ് ഇട്ടിക്കാണ്ട് അതില് റിങ് വെച്ചിക്കാണ്ട് അതില് അങ്ങനെയൊക്കെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കണ പരിപാടിയൊക്കെ ഉണ്ടായിട്ടോ കല്യാണത്തിന്റെ മുന്നേ. ഇവിടെ വന്നേരം അങ്ങനത്തെ പരിപാടികളൊന്നും ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി. ചിന്നില്ലേ ചിന്നു ആ ഡ്രീം കേക്ക് ഇറങ്ങിയല്ലോ, ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കല് തിന്നൊരു. അപ്പൊ എനിക്കൊരു പൂതി അങ്ങനെ ആ ഡ്രീം കേക്ക് ഉണ്ടാക്കിയപ്പോ അതില് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും ഇതൊക്കെ ഉണ്ടായിനി. അപ്പൊ അത് വെച്ചിട്ട് എന്താക്കി ഒരു കേക്ക് ഉണ്ടാക്കി. ചെറിയ അടുക്കള കേട്ടോ നമ്മളെ അടുക്കള. അങ്ങോട്ട് കാണുന്നുണ്ടാവും. അടുക്കള മാത്രല്ല പെരി ചെറുതല്ല കേട്ടോ നമ്മളത്. അപ്പൊ ഇനി ഞങ്ങൾക്ക് ഒരു ഇളച്ചിയും കൂടി വരാണ്ട്. സ്ഥലമില്ല ഗൈസ്, പൊളിക്കാൻ തീരുമാനിച്ചു. അല്ലാതെ മുത്തച്ഛികള് പോകുന്നല്ല, പെര പൊളിച്ച് എല്ലാരും മൂത്തോലും പോകലാണ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ സ്ഥലം ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ തന്നെ നിക്കണതിനോട് സ്ഥലമില്ല. അപ്പൊ പൊളിച്ച് നേരത്ത് അങ്ങനെ പറയുന്നുണ്ട്. പൊളിക്കണം പൊളിച്ചാ പിന്നെ നമ്മളൊക്കെ വേറെ. അപ്പൊ ഞങ്ങളങ്ങനെ കാണൂല അല്ലേ. ഞാൻ എൻ്റെ അടുക്കും പോകും, ചിന്നുവിൻ്റെ അടുക്കും പോകും. അപ്പം പിന്നെ ഞങ്ങളങ്ങനെ വീഡിയോയിലൊന്നും ഉണ്ടാവില്ല അല്ലേ. നിങ്ങളെങ്ങനെയാ ഇപ്പൊ കാണുക? നിങ്ങളോടന്ന് വീഡിയോ എടുത്ത് വിട്ടെന്നാണ്ട്. പുതിയ ഫോണൊക്കെ വാങ്ങിട്ട് തുടങ്ങുന്നത് ചാനല്. അപ്പൊ തൂമിക്കാൻ പോവാട്ടോ. ചീരുള്ളി അറിഞ്ഞാട്ടോ തൂമിക്ക. അപ്പൊ ആ കറിയായി. ഇനി ഒരു ചടപടയെന്ന് പറഞ്ഞിട്ടൊരു ബാജി ഉണ്ടാക്കണം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ വറുത്ത, പിന്നെ കൊക്കവട പൊരിക്കാനും. ഇന്നലെ മുട്ട ബജി നല്ല ടേസ്റ്റ് കിട്ടും അല്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അല്ല ഇവിടെ പെര ഉണ്ടാക്കിയത് ആദ്യമായിട്ട് തിന്നാട്ടോ. നല്ല രസം. ഈ മോഡലിൽ വെച്ചോണം ആദ്യമായിട്ടാ. അവിടെ അല്ല എൻ്റെ അവിടെയൊക്കെ കിട്ടണ ഇങ്ങനെ ബജിയുള്ള ഒരു കഷ്ണം മുറിച്ചാണ്ട് അതിന്റെ ബാക്കി ഒരു ബജിയുള്ള ടൈപ്പുള്ള മാവില് മുക്കി പൊരിച്ച് അങ്ങനെ
അങ്ങനത്തെ തട്ടോ. ഇത് ഇങ്ങനെ സാധാ ഒരു വേറൊരു ബാറ്റർ ഉണ്ടാക്കിയാണ്ട് അതിൽ മുക്കി വെച്ച സംഭവം രസമാണ്. അപ്പൊ നല്ല പൂരിടലൊക്കെ കഴിഞ്ഞിട്ട് പൂരിന്റെ കാണാൻ അറിയില്ല. അത് അങ്ങോട്ട് ഇങ്ങനെ ആയതുകൊണ്ട് കാണുന്നില്ല. പൊരിക്കൽ തുടങ്ങും. അപ്പൊ പൊരിച്ചാല് നമ്മള് നോമ്പിന്റെ മുന്നേ അതേപോലെ ഇങ്ങനെ ഞങ്ങള് നേരത്തെ നീച്ചല്ലോ. അപ്പൊ നേരത്തെ നീച്ചിട്ടാണ്ട് ഇങ്ങനെ ഇതാക്കി വെക്കൂട്ടോ. എന്താ പറയാ, കുഴച്ചെക്കും. പിന്നെ അങ്ങനെ ആട്ടോ ഷൂട്ടിയത്. അന്ന് നല്ല രസേനില്ലേ അന്ന്. എന്തേനി കറി, ബീഫ് കറി, നല്ല ടേസ്റ്റാ. കറി തൂമിക്കട്ടെ. കറിനാട് ഇറക്കി വെച്ചു. തൂമിച്ചാണ്ടായി ഒഴിച്ചോ. പിന്നെന്താ, എല്ലാരും ഡ്രസ്സൊക്കെ എടുക്കല് തുടങ്ങിയോ എന്താണ് എന്നൊക്കെ. ഞങ്ങളും ഇങ്ങോട്ടേക്ക് പോയി എടുക്കുന്ന ആൾക്കാരാ. ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നു. രസമില്ലാത്ത പോരും. ഇനി പൂരി ലാസ്റ്റിക്കല്ലേ. അപ്പൊ കൊക്കവാടി ലാസ്റ്റിക്ക് ആവുമ്പോ പിന്നെ ആറാണിയാകുമ്പോ മറ്റോ പൊരിച്ചണ്ടേ പൂരി. അങ്ങനെ മുട്ടക്കറി റെഡി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ മുട്ടക്കറി അപ്പോൾ തൂമിച്ചാണ്ടൊക്കെ ഒഴിച്ചിട്ടോ. അത് തൂമിച്ചതാണ്. പിന്നെ ഇങ്ങനെ കേട്ടോ മുട്ട ഇങ്ങനെ കഷ്ണാക്കിയാണ്ട് പൊരിച്ചാണ്ട് കഷ്ണാക്കിയാണ്ട് മുറിച്ചു. അപ്പോൾ മുട്ടക്കറിയായി. പിന്നെ അത് നമ്മൾ തരി അയക്കണ്. ഞാൻ തുണിച്ച ചട്ടി ഇതിൽ കിഴങ്ങുണ്ട്. ഇത് ഇതാക്കണ ചിന്നു പൂരിക്കുള്ളതൊക്കെ ആക്കി വട്ടിട്ടച്ചിന്. പിന്നെ അതാ ഇത് കുട്ടിയൊക്കെ ഉണ്ടാക്കിയ ചായ കേട്ടോ. അപ്പോൾ അതിന് വെച്ച് കേൾക്കണത് കൊക്കവടക്കുള്ളതാട്ടോ. അത് എടുത്താണ് ഇങ്ങനെയൊക്കെ റെഡി ആക്കണം. അപ്പോൾ ഞാൻ ബാജിയും കൂടി ഉണ്ടാക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അതാ നമ്മൾ പൂരി പൊരിക്കാൻ തുടങ്ങിയിരിക്കണേ. പൊരിച്ചത് ഇതാട്ടോ. 6:10 ആയ സമയം. അപ്പോൾ പൊരി തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇതൊക്കെ പൊരിച്ച് അപ്പോൾ ഞാൻ ഇതാക്കണ കിച്ചണൊക്കെ ക്ലീനാക്കി. ഇന്ന സമയം ബാക്കിയായതുകൊണ്ട് പാത്രം കഴുകലൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇനി ജ്യൂസ് അടിക്കാണ്ട് കേട്ടോ. ജ്യൂസ് അടിക്കാൻ എന്താ വത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ ഇനി ജ്യൂസ് അടിക്കട്ടെ. ചിന്നു പൂരിയും പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പരിപാടികളൊക്കെ. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ എന്ന് കാണിച്ചു തരാം അല്ലേ. വിഭവങ്ങൾ ഇതൊക്കെ കേട്ടോ. കൊക്കവട, കടലേറ്റ്, മാങ്ങാ ജ്യൂസ്, പാൽവായ്ക്ക, പിന്നെ ഇതെന്താ മുട്ടക്കറി, ബാജിക്കറി, പത്തിരി ഉണ്ട്, മുന്തിരി ജ്യൂസ് ഉണ്ട്, മാങ്ങാ ജ്യൂസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ വെള്ളം, അരിയൊക്കെ ഗ്ലാസ്സിലിട്ടോ. പിന്നെ ചിന്നു ഇതാ പൂരി പൊരിച്ചത്. അതേപോലെ ഇതാ ചായ ഇതാ. ഇതൊക്കെ കേട്ടോ ഇന്നത്തെ നമ്മൾ 12-ാം നോമ്പിൻ്റെ വിഭവങ്ങൾ.